വീണ്ടും തോൽവി. ജാംഷഡ്പൂരിനെതിരെ 1-0 തോൽവി. ഇനിയൊരു രക്ഷ ബ്ലാസ്റ്റേഴ്സിനുണ്ടാകുമോ? പ്രതീക്ഷയറ്റുപോയിട്ടും പ്രതീക്ഷയോടെ കളി കാണാനിരിക്കുന്ന എന്നെപ്പോലുള്ള മണ്ടൻ ആരാധകർ, ഹേ മഹാനുഭാവുലു, നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കും സ്വാഗതം. എത്രയെത്ര അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ തേർഡിൽ സൃഷ്ടിച്ചെടുക്കുന്നു, അതിലെത്രയെണ്ണം കൺവേർട്ട് ചെയ്യപ്പെടുന്നു. കൃത്യമായ ഇടവേളകളിൽ ബ്ലാസ്റ്റേഴ്സിന് അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ഗോൾ നേടാൻ സാധിക്കുന്നില്ല. എന്നാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഗോൾ വഴങ്ങുന്നതിന് ഒരു കുറവും വരുന്നുമില്ല. വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു ക്ലീൻ ഷീറ്റ് കൂടെ നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ടാലെന്ത്, ഇല്ലെങ്കിൽ ഒരു സെറ്റ് പീസിൽ നിന്നാണ് ഇത്തവണ ഗോൾ കൺസീഡ് ചെയ്തത്. ജാംഷഡ്പൂർ തങ്ങളുടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്നെടുത്ത ഒരു കോർണർ കിക്ക്, പന്ത് 6 യാർഡ് ബോക്സിലേക്ക് എത്തുന്നു. 6 യാർഡ് ബോക്സിന്റെ സെന്ററിലാണ് പന്ത് ലാൻഡ് ചെയ്യുന്നത്. എന്നാൽ സച്ചിൻ സുരേഷ് അത് കൈപ്പിടിയിൽ ഒതുക്കുന്നില്ല, പകരം അത് പഞ്ച് ചെയ്ത് കളയുകയാണ്. പഞ്ച് ചെയ്ത പന്ത് പുറത്തേക്ക് പോകുന്നില്ല, പെനാൽറ്റി ബോക്സിൽ തന്നെയാണ് അത് പിച്ച് ചെയ്യുന്നത്. പക്ഷേ അതിലുണ്ടായ അഡ്വാൻറ്റേജ് എന്താണെന്നാൽ ഭാഗ്യവശാൽ പന്ത് നേരെ പോയത് കോറോ സിംഗിന്റെ കാലുകളിലേക്കാണ്. സച്ചിൻ ഒരുപാട് മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് കളിയിൽ ഇപ്പോഴും. കുറ്റം നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇവിടെ വന്ന കുറ്റം കോറോ സിംഗിൻ്റെ വലിയൊരു കുറ്റമായി പോയി. പക്ഷേ അതുവരെ കോറോ സിംഗ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച വ്യക്തിയുമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ലേറ്റ് റിയാക്ഷൻ കാരണമായിരിക്കാം ആ പന്ത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം കൺട്രോൾ ചെയ്യാനോ അതോ ക്ലിയർ ചെയ്യാനോ മറ്റോ ശ്രമിച്ചതാണ്. എന്നാൽ പന്ത് നേരെ ഉയർന്ന് പെനാൽറ്റി ബോക്സിൽ ഈവൻ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് പന്ത് പോയി വീണത്. അവിടെ പെപ്ര ജംഷഡ്പൂർ താരവുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്യുവലിൽ പരാജയപ്പെടുന്നു. പന്ത് വീണ്ടും ഈവൻ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് പോകുന്നു. കോർണറിന് ശേഷമുള്ള 1 2 3 4ാമത്തെ ആക്ഷൻ, 4ാമത്തെ ടച്ചിലാണ് പ്രതീക് ചൗധരിക്ക് പന്ത് ലഭിക്കുന്നത്. അത് അദ്ദേഹം ഫസ്റ്റ് ടൈം തന്നെ നല്ലൊരു ഷോട്ട് അടിച്ചു. അവിടെ ഗോൾ കീപ്പർക്ക് വലിയ ചാൻസ് ഒന്നുമില്ല. അദ്ദേഹം അടിച്ച പന്ത് വലയിൽ കയറുകയാണ്. കളിയിലെ ദൗർഭാഗ്യകരമായിട്ടുള്ള നിമിഷം അല്ലെങ്കിൽ ദുര്യോഗം എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ ഇങ്ങനെ വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കലായിരിക്കും പണിയുണ്ടാവുക. ഇത് അൺലക്കി ഒന്നുമല്ല. കളിക്കാരുടെ മിസ്റ്റേക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിലധികം നമ്മൾ വിഷമിക്കേണ്ട ഒരു വസ്തുത, ഇതുപോലുള്ളൊരു ഗോളുകൾ നമ്മൾ വഴങ്ങുന്നത് സ്വാഭാവികമാണ് ഫുട്ബോളിൽ. പക്ഷേ ഇതുപോലെ തിരിച്ചടിക്കാനും സാധിക്കണം. എത്രയോ അവസരങ്ങൾ ഉണ്ടാക്കി, പക്ഷേ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ ഡിഫൻസിൻ്റെ പിഴവിലൂടെ നമ്മൾ ഗോൾ നേടുന്നു. സ്ഥിരം പല്ലവി. എന്താണ് കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഏതൊക്കെ കളിക്കാരാണ് നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഏതൊക്കെ കളിക്കാരാണ് ഇവനൊക്കെ ഇറക്കിയല്ലോ എന്ന് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.